ഹലോ ഹായ് നമസ്കാരം. ഖലീഫ പൃഥ്വിരാജിന്റെ മോഹൻലാലിന്റെ ക്യാമിയോ ഉള്ള വൈശാഖ് സംവിധാനം ചെയ്യുന്ന ചമ്മൻ ചാക്കോ എഡിറ്റ് ചെയ്തിട്ടുള്ള ജെയ്ക്സ് ബിജോയ് മ്യൂസിക് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ സിനിമ. ആ സിനിമയെക്കുറിച്ച് രണ്ട് ഊഹാപോഹങ്ങളാണ് സിനിമയ്ക്ക് മുമ്പ് എയറിലുണ്ടായിരുന്നത്. അതിലൊന്ന് ഇതിലെ നായിക മരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. അത് ഞാൻ പറയുന്നില്ല. രണ്ട്, ഭ്രാന്തായാൽ എന്ത് സുഖം എന്ന് പറയുന്ന ഒരു ട്രാക്ക്, അത് ഈ സിനിമയിലുള്ളതാണോ എന്നൊരു ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ സിനിമയിലുള്ളതല്ല ഗൈസ്. പറയാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ആദ്യം പറഞ്ഞിട്ട് തുടങ്ങാം. ആൻഡ് സിനിമയെക്കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണെങ്കിൽ, ഞാൻ പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ളതിനേക്കാൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അടുക്കി പെറുക്കി പറയാമെന്നാണ് വിചാരിക്കുന്നത്. സോ സിനിമയെക്കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണെങ്കിൽ, ഭയങ്കര അംബീഷൻ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ ചെറുപ്പത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ഡോക്ടർ ആവുക എന്നുള്ളതായിരുന്നു. പക്ഷേ 10ാം ക്ലാസ് കഴിയാതെ MBBS പഠിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി ഞാൻ ഒരു ഡോക്ടറെ തേടി പിടിച്ച് കല്യാണം കഴിച്ച് അങ്ങനെ ഒരു ആഗ്രഹ പൂർത്തീകരണത്തിന് ശ്രമിക്കുന്നു എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു സിനിമയായിപ്പോയി. ഇവരുടെ മനസ്സിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അറിയാം, ഇതൊരു KGF ലെവലിലേക്ക് അല്ലെങ്കിൽ അതിനു മുകളിൽ എന്തൊക്കെയോ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്ങും എത്തിയില്ല. പക്ഷെ ചില കാര്യങ്ങളുണ്ട് ഭയങ്കര രസമായിട്ടുള്ള. ആകെ മൊത്തത്തിൽ സെക്കൻഡ് ഹാഫ് ഒരു സമയം കഴിഞ്ഞപ്പോഴേക്കും ഇതൊന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയൊരു സിനിമയാണ്. ഈ സിനിമയിൽ സെക്കൻഡ് ഹാഫിൽ ഒരു ഫൈറ്റ് വരുന്നുണ്ട്. അത് ഒരു ഹീറോ വേഴ്സസ് കുറെ ആൾക്കാരല്ല, ഒരു ഗ്രൂപ്പ് ഫൈറ്റാണ്. ആ ഗ്രൂപ്പ് ഫൈറ്റിനകത്തൊരു ഇമോഷൻ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ അകത്തൊരു സാധനം അവർക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹൈ ഉണ്ടായിരുന്നു. അത് ഈ സിനിമയിൽ വേറെ എവിടെ എനിക്ക് കിട്ടിയില്ല. പൃഥ്വിരാജും ഈവൻ ക്യാമിയോ ആയിട്ട് വരുന്ന മോഹൻലാൽ അടക്കമുള്ള കുറേ കാര്യങ്ങൾ സിനിമയിൽ ഉണ്ടാകുമ്പോഴും ആ ഫൈറ്റ് കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു ത്രില്ലുണ്ട്. അത് വേറെ എവിടെ എനിക്ക് കിട്ടിയിട്ടില്ല. ആൻഡ് ഇതിനകത്ത് ക്യാമിയോയുടെ കാര്യം പറയുമ്പം മോഹൻലാലിനേക്കാൾ എനിക്ക് പഞ്ച് ഫീൽ ചെയ്ത ഒരു സംഭവമുണ്ട്. അത് നിങ്ങൾ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ മനസ്സിലാക്കിയാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആകെ മൊത്തത്തിൽ ഒരു ജസ്റ്റ് ആവറേജ് ഓക്കേഷ് എന്ന് പറയുന്ന ഒരു അനുഭവത്തിൽ ഭയങ്കരമായിട്ട് ഒതുങ്ങിപ്പോയ ഇമോഷണൽ കണക്റ്റുകളൊന്നും ഫീൽ ചെയ്യാതെ പോയൊരു സിനിമ. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സിനിമ തുടങ്ങുന്നതിന് മുമ്പ് PVR ഒരു 15 മിനിറ്റ് പരസ്യം കാണിച്ചു. 9 മണിക്ക് തുടങ്ങേണ്ട സിനിമ 9:20 ആവാറാവുമ്പോൾ തുടങ്ങാമെന്ന് പറഞ്ഞാൽ ഞാൻ പൈസ കൊടുത്തിട്ടുള്ള എൻ്റെ സമയം അവർ ദുരുപയോഗം ചെയ്യുകയാണ്. വൃത്തികേടാണ് കാണിച്ചത്. ഇതിലും ഭേദം കാക്കാൻ പോകുന്നതാണ്. പക്ഷേ അവർ സിനിമ കാണിക്കും. നമുക്കിവിടെ വേറെ അധികം സ്ക്രീനുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ തന്നെ പോയേ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം, സ്ക്രീൻ 7 തിരുവനന്തപുരം ലുലു PVRൽ സ്ക്രീൻ 7 ഞാൻ സിനിമ കാണുമ്പോൾ സ്ക്രീൻ 6 എങ്ങാണ്ട് പ്ലേ ചെയ്തുകൊണ്ടിരുന്ന സ്പൈഡർമാൻ്റെ സൗണ്ട് എനിക്ക് ഇവിടെ കേൾക്കാം. വീണ്ടും ചോദിക്കുന്നു, കട്ടപ്പാരെടുത്ത് കക്കാൻ പോകുന്നതാണ് ഇതിലും ഭേദം. പക്ഷേ ഇവിടെ സിനിമ തുടങ്ങിയതിന് ശേഷം എന്ന് വെച്ചാൽ ഖലീഫയുടെ ഫസ്റ്റ് ആ സംഭവം തൊട്ട് പിന്നെ അങ്ങോട്ടേക്ക് അടിമപ്പണി എടുക്കുന്ന ജെയ്ക്സ് ബിജോയിനെയാണ് നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്. പുള്ളി അങ്ങനെ നിന്ന് പണിയെടുത്തിട്ടുള്ളത് കൊണ്ട് അവിടെ സ്പൈഡർമാൻ്റെ അല്ല ആരുടെ ശബ്ദം കേട്ടാലും ഇങ്ങോട്ടേക്ക് വരില്ല. കാര്യം അത്രയും മ്യൂസിക് ഇട്ട് സിനിമ തുടങ്ങുമ്പോൾ തൊട്ട് അവസാനം വരെ ജെയ്ക്സ് ബിജോയ് പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുക. ഞാൻ മോശം ആംഗിളിലല്ല കേട്ടോ പറയുന്നത്, പുള്ളി അങ്ങനെ പെരുപ്പിച്ചിട്ടുണ്ട്. ഞാൻ കുറേ സ്ഥലങ്ങളിൽ ആഗ്രഹിച്ചു ഒരുപാട് സൈലൻസ് ഒന്നും വരല്ലേ, വന്നു കഴിഞ്ഞാൽ സ്പൈഡർമാൻ നിലവിളിക്കുന്നത് ഇവിടെ ഇരുന്ന് കേൾക്കേണ്ടി വരും. അതിരി സ്ക്രീനാണ് ഇവരോട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ജെയ്ക്സ് ബിജോയ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് എടുത്ത് പറയേണ്ട ഒരു മെൻഷൻ ഇതിൻ്റെ അകത്തെ കോസ്റ്റ്യൂംസ് ആണ്. പൃഥ്വിരാജിൻ്റെ അടക്കം ഇതിൽ അവർ കൊടുത്തിട്ടുള്ള ആ കോസ്റ്റ്യൂം പരിപാടികളൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. നല്ല സ്റ്റൈലായിട്ട് മഷർ ഹംസയാണ് അത് ചെയ്തിട്ടുള്ളത്. പക്ഷേ പൃഥ്വിരാജ് സ്റ്റൈലായി നടന്നു വരുന്ന 1-2 ഷോട്ടുകൾ ഒരുപാട് വട്ടം ആവർത്തിച്ച് ഒരു പാട്ടിൻ്റെ ഒരു സമയത്ത് കാണിക്കുക, മാസീൻ്റെ സൈഡിൽ കാണിക്കുക, അങ്ങനെ എടുത്തു വെച്ചിട്ടുള്ള കുറേ ഷോട്ടുകൾ റിപ്പീറ്റായിട്ട് യൂസ് ചെയ്യുന്നു എന്നെനിക്ക് തോന്നി. അത് നമുക്ക് അടിച്ചു ഭയങ്കരമായിട്ട്. ഒരുപാട് സിനിമകളിൽ ചെയ്യുന്ന കാര്യം തന്നെയാണ്, പക്ഷേ ഇതിൽ എനിക്കത് പ്രത്യേകമായിട്ട് എടുത്തടിച്ചു. സിനിമയിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫൈറ്റ് സീക്വൻസുകളാണ്. ട്രെയിലർ റിയാക്ഷൻ ചെയ്തപ്പോഴേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിനകത്ത് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലിൻ്റെ ഇടി പോലെയാണ് പൃഥ്വിരാജിൻ്റെ ഇടി വരുന്നതെന്ന്. അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുത്തുകൊണ്ട് ഫൈറ്റ് സീക്വൻസുകൾ നന്നായിട്ട് അവർ എടുത്തിട്ടുണ്ട്. സിനിമ തുടങ്ങുന്ന തന്നെ, അതായത് പൃഥ്വിരാജിൻ്റെ ഇൻട്രൊഡക്ഷൻ തന്നെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ടുള്ള ഇടിയും പരിപാടിയൊക്കെ. ഫൈറ്റ് സീക്വൻസുകൾ 3 ഔട്ട് ഓഫ് 5 കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു. ഫൈറ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പഞ്ച് അത്രയും ഫീൽ ചെയ്യണമെങ്കിൽ അതിനകത്തൊരു ഇമോഷൻ വേണം. ആ ഇടിക്കൊരു ഒരു റീസൺ അല്ലെങ്കിൽ അത് പിന്നീടാണെങ്കിലും നമുക്ക് കിട്ടിയാൽ മതി. പക്ഷേ ഇവിടെ ഇമോഷണലി ഒന്നും തന്നെ നമുക്ക് കണക്റ്റ് ആവാത്തതുകൊണ്ട് അതിൻ്റെ അകത്ത് ആ ഒരു സാധനം കിട്ടുന്നില്ല. ആൻഡ് യൂഷ്വൽ ഫൈറ്റ് സാധനങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫൈറ്റ് എനിക്ക് അത്രയും ഭയങ്കര ഒരു സംഭവം ഒന്നും ആയിരുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞ സെക്കൻഡ് ഹാഫിൽ വരുന്ന ഒരു ഗ്രൂപ്പ് ഫൈറ്റ് ഉണ്ട്, ദാറ്റ് വാസ് സംതിങ്. എനിക്ക് തോന്നി ആ ഗ്രൂപ്പിൻ്റെ കഥ പറയുന്ന ഒരു സിനിമ വൈശാഖ് നിങ്ങൾ എടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ രസമായിട്ട് പറയാൻ പറ്റുമായിരുന്നു തോന്നി പോകുന്ന അങ്ങനത്തെ ഒരു സാധനം ഉണ്ട് അതിൻ്റെ അകത്ത്. അവരെ ഫസ്റ്റ് കാണിക്കുമ്പോൾ ഉള്ള ഒരു പോലീസുകാരൻ്റെ ഡയലോഗൊക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഇയാൾ ഇങ്ങോട്ട് ബാന്ന് ആ സാധനത്തിനെ ആ ഇമോഷനെയൊക്കെ അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടലി സിനിമ നമ്മൾ നോക്കുമ്പോൾ ഒരു 3 ഔട്ട് ഓഫ് 5 ഒക്കെയാണ് ഫൈറ്റിൽ എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ പൃഥ്വിരാജ് പണിയെടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഗംഭീര പണിയെടുത്തിട്ടുണ്ട്. ഒരു ബോക്സറിൻ്റെ സ്റ്റാൻസിൽ നിന്നിട്ടാണ് ഇയാൾ ഇടിക്കുന്ന മുഴുവൻ. അപ്പോൾ അങ്ങനെ കൈ ഹോൾഡ് ചെയ്തിട്ട് ഈ പഞ്ചും സാധനങ്ങളും ആ ഫീല് ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞാൽ ചില്ലറ പണിയൊന്നുമല്ല. ആൻഡ് ആ മനുഷ്യൻ ബോഡിയൊക്കെ ബിൽഡ് ചെയ്ത് അങ്ങനെ യങ് സെൽഫിലേക്കൊക്കെ വരുമ്പോൾ അങ്ങനെ പണിയെടുത്തിട്ടുണ്ട് പൃഥ്വിരാജ്.
അത്ര ആത്മാർത്ഥമായിട്ട് ഇതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് കാണാനുണ്ട്. ആൻഡ് നമുക്കും അറിയാം, എനിക്കും ഓരോ വയസ്സ് കൂടി വരുന്ന പോലെ പൃഥ്വിരാജിനും നമുക്ക് എല്ലാവർക്കും ഓരോ വർഷം കഴിയുമ്പോൾ ഓരോ വയസ്സ് കൂടുകയാണ്. ആൻഡ് പ്രായം കൂടുന്തോറും ഈ മനുഷ്യൻ ചെറുപ്പമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങേര ബോഡി ബിൽഡ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഫൈറ്റിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് അതൊക്കെയും നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അത്രയും മണി അങ്ങേരെ എടുക്കുമ്പോൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു ഇമോഷണൽ സൈഡ് ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു. ഒരാൾ ഇങ്ങനെ നിന്ന് പണിയെടുത്ത് ഇത്രയും സ്റ്റൈലായിട്ട് നിൽക്കുമ്പോൾ അതിനെ കോംപ്ലിമെൻ്റ് ചെയ്യാനുള്ളത് അതിലൊരു വലിയ പ്രശ്നം ഈ സിനിമയിലെ കാസ്റ്റിംഗ് ആണെന്ന് എനിക്ക് തോന്നി. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഈസ്റ്റിൽ നിന്നും സൗത്തിൽ നിന്നും നോർത്തിൽ നിന്നും വെസ്റ്റിൽ നിന്നും എല്ലാ ആർട്ടിസ്റ്റുകളുണ്ട്. പല ഇൻഡസ്ട്രിയിൽ നിന്നായിട്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. ചില ആൾക്കാർ അവരുടെ പ്രസൻസ് കൊണ്ട് അത് ഭയങ്കര രസമായിട്ട് നിൽക്കുമ്പോഴും ഇവിടെ പൃഥ്വിരാജിൻ്റെ അച്ഛൻ ക്യാരക്ടറായിട്ട് രഞ്ജി പണിക്കറാണ് ചൂസ് ചെയ്തത്. രഞ്ജി പണിക്കർ മോഹൻലാലിൻ്റെ മകൻ രഞ്ജി പണിക്കർ, അയാളുടെ മകൻ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു ലൈനിലാണ്. അവിടെ ഒന്നും ഞാൻ കുഴപ്പമൊന്നും പറയില്ല കേട്ടോ. പക്ഷേ ഈ മനുഷ്യൻ അത് ക്യാരി ചെയ്യാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ അത്രയും ഒരു പെയിൻ, അച്ഛനിൽ നിന്ന് ഇൻഹെറിറ്റായി വരുന്ന കാര്യങ്ങൾ എനിക്ക് വേണ്ടാന്ന് തീരുമാനിച്ച മകൻ ഒരു വഴിക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അയാൾക്ക് ആ ഫീൽ ഉണ്ടാവുന്ന രഞ്ജി പണിക്കൊരു ഭയങ്കര ബലം പിടിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് പുള്ളിയുടെ ആ ഇൻറ്റൻസ് ഇമോഷൻസ് ഒക്കെ കാണുന്ന സമയത്ത് ഒന്നും തോന്നിയില്ല. ആ ഇമോഷൻസ് ഒന്നും വർക്കായില്ല. ഈ അച്ഛൻ മകൻ സാധനം പോലും ഇവർക്കിടയിൽ അവർ തന്നെ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. ആ ഒരു ഇമോഷനും ഇല്ല. ആൻഡ് നായികയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴും ഒരു ലവ് ഇൻട്രസ്റ്റിന് ഒരു പെൺകുട്ടി എന്ന് പറയുന്നൊരു ഇതിനപ്പുറത്തേക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും തന്നെ എനിക്ക് അങ്ങനത്തെ ഈ റിലേഷൻഷിപ്പുകളിൽ ഇപ്പം പൃഥ്വിരാജിൻ്റെ മകൻ അവിടെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യണം ഇമോഷൻ. അല്ലാത്ത പക്ഷെ എന്താണ്, ഏതോ ഒരു അമീർ അലി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന, അതിനിപ്പോൾ നമുക്കെന്താ, അവനതിന് പോയിട്ടല്ലേ എന്ന് ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് നമുക്ക് ഇമോഷണലി അയാളോട് കണക്ട് ചെയ്യാൻ പറ്റണ്ടേ. ആ ഫാക്ടറിൽ ഈ പറയുന്ന മറ്റു കാസ്റ്റിങ്ങുകളൊക്കെ പരാജയമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷെ അപ്പോഴും സിനിമയിൽ പൃഥ്വിരാജും മോഹൻലാലും നിന്ന് പറയുന്ന പഞ്ച് ഡയലോഗിനേക്കാൾ എനിക്കിഷ്ടപ്പെട്ടത് ഇതൊക്കെ എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന ഇന്ദ്രൻ ചേട്ടനാണ്. അങ്ങേരുടെ ഡയലോഗ് ഡെലിവറിയിലാണ് മമ്പറം പള്ളിയിലെ ഉറൂസ് ഉള്ളത്. അത് ഇടയ്ക്കും തലയ്ക്കും ഒക്കെ ആണെങ്കിലും പുള്ളി പറയുന്ന ഡയലോഗുകളിൽ നമുക്കൊരു ഹൈ ഫീൽ ചെയ്യും. പക്ഷേ ആ ഹൈയേ ഉള്ളൂ. അത് കഴിയുമ്പോൾ പിന്നെ വീണ്ടും പടം പഴയ ECG ലെവലിൽ പോവുക. പിന്നെ സ്മഗ്ലിംഗ് സാധനങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പം ആ സ്മഗ്ലിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യണ്ടേ. അവിടെ ഒന്നും എനിക്കൊന്നും തോന്നിയില്ല. എന്ന് വെച്ചാൽ റൺവേയിലൊക്കെ ഇതിലും ബെറ്റർ ആയിട്ടുള്ള സ്മഗ്ലിംഗ് പരിപാടികൾ ഉണ്ടായിരുന്നു എന്ന് തോന്നുമല്ലോ. എന്ന് വെച്ചാൽ എത്ര വർഷം മുമ്പ് ഇറങ്ങിയ സിനിമ, ആ ഒരു രീതിയിലാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ ഇതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പത്രത്തിലൊക്കെ കാണുന്ന സാധനങ്ങളുടെ മറ്റൊരു ആവിഷ്കാരം. അതുപോലെ തന്നെ ട്വിസ്റ്റും ടേണും ഒക്കെ നമുക്ക് പല സ്ഥലത്തും ഇതിങ്ങനെയായിരിക്കും, ഇത് അവസാനത്തേക്ക് ഇയാൾ ഇങ്ങനെ വെച്ചായിരിക്കും എന്ന് പറയുന്ന പോലത്തെ സാധനങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം അവിടെയും ആ ടെക്നിക്സിലും നമുക്കൊരു ത്രില്ല് ഫീൽ ചെയ്യില്ല. ഒരു സീറ്റ് എഡ്ജിലേക്ക് കൊണ്ടുവരാൻ പാകത്തിനുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പറയേണ്ടത് മേക്കപ്പാണ്. ലാലേട്ടൻ്റെ മേക്കപ്പ് പരിപാടികൾ ഗംഭീരമായിരുന്നു. പൃഥ്വിരാജിനെ അദ്ദേഹത്തിനെ ആ സ്ക്രീനിൽ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ പരിപാടിയും അടിപൊളിയായിരുന്നു. ടോട്ടൽ ലുക്സിലൊക്കെ ഇവർ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ കോസ്റ്റ്യൂംസ് ആണെങ്കിലും ഈ മേക്കപ്പ് ആണെങ്കിലും എല്ലാം വളരെ ഗംഭീരമായിട്ട് അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്റ്റൈലായിട്ടുള്ള നടന്നു വരലും, പ്രത്യേകിച്ച് ഈ സിനിമയിൽ പൃഥ്വിരാജ് ഉള്ള സമയത്തിൻ്റെ ഒരു 30% മുകളിലെങ്കിലും പുള്ളി നടക്കുകയായിരിക്കും. പുള്ളിയുടെ സ്റ്റൈൽ നടത്തമാണ് അതിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ആ സ്റ്റൈലിങ്ങിൽ അവർ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫോക്കസ് ചെയ്യപ്പെടേണ്ടിയിരുന്ന ഒരു കാര്യം ഈ സ്മഗ്ലിങ്ങിലൊക്കെ അവർക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കുറേ പുതിയ കാര്യങ്ങളായിരുന്നു. നമ്മൾ ഇതിനു മുമ്പ് സിനിമകളിൽ കണ്ടിട്ടില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുവരിക, അല്ലെങ്കിൽ പുതുമ അതിൽ ഫീൽ ചെയ്യിപ്പിക്കുക, ഇമോഷണലി കണക്ട് ചെയ്യിപ്പിക്കുക. ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വർണ്ണക്കടത്തിന് ഇറങ്ങിയ ഒരു യുവാവിൻ്റെ കഥ. ഇതിപ്പോൾ ഏത് രീതിയിൽ അവതരിപ്പിക്കാം. ഇതിൻ്റെ അകത്ത് മോഹൻലാലിൻ്റെ ക്യാരക്ടറിനെ വെച്ചിട്ടൊരു ലെഗസി ബിൽഡ് ചെയ്ത് കാണിച്ചു. പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ ആയതുകൊണ്ട്, പൃഥ്വിരാജ് ചെയ്യുന്നതുകൊണ്ട് അത് കുറച്ച് സ്റ്റൈലിഷായി അവതരിപ്പിച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് കഥാപരമായും നമുക്കൊരു പുതുമയില്ല, അതിൻ്റെ അകത്ത് ഇമോഷണലി കണക്റ്റുമില്ല. ഈ കടത്ത് സീനിലെല്ലാം നമുക്കൊരു ത്രില്ല് ഫീൽ ചെയ്യണമെന്നേ. നായകൻ ഇത് ഇത്രയും ബുദ്ധിപരമായിട്ട് കടത്തി അത് കഴിഞ്ഞ് കസ്റ്റംസിൻ്റെ അല്ലെങ്കിൽ ശത്രുക്കളുടെയൊക്കെ മുമ്പിൽ അങ്ങനെ നെഞ്ചും വിരിച്ച് നിന്നിട്ടൊരു ഡയലോഗ് പറയുമ്പോൾ അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യണ്ടേ? അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഒക്കെ കൂടെയാണ് നമുക്കിതിൻ്റെ അകത്തൊരു വേറെ തന്നെ ഒരു ഫീല് ജനറേറ്റ് ചെയ്യേണ്ടിയിരുന്ന ഒരു സ്ഥലത്ത് പപ്പടമൊക്കെ ഒട്ടിച്ച് പണ്ട് കുഷ്ഠരോഗി സ്റ്റേജിൽ കയറ്റുന്ന പോലത്തെ മേക്കപ്പുമായിട്ട് ഒരു ഐറ്റം വന്നത്. ഫണ്ണി മേക്കപ്പ് എന്നല്ല, ബണ്ണി മേക്കപ്പ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു അവസ്ഥയായിപ്പോയി. അത് വേണ്ടായിരുന്നു എന്ന് തോന്നി. അത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാമായിരുന്നില്ലേ എന്ന് തോന്നി. ആൻഡ് പടത്തിൻ്റെ ലാസ്റ്റ് വരുന്ന കുറച്ച് കാര്യങ്ങൾ, അതിനൊരു സ്റ്റോറി ഉണ്ടെങ്കിൽ എന്ന് പറയുന്ന പോലത്തെ ഒരാഗ്രഹം ജനിപ്പിച്ചിട്ടാണ് സിനിമ അവസാനിക്കുന്നത്. അതായത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രീവിയസ് പാർട്ടോ ഇവർ അഥവാ ഇറക്കുകയാണെങ്കിൽ അവിടെ എനിക്ക് കാണേണ്ടത് ലാലേട്ടൻ്റെ കഥയല്ല. ഇതിൻ്റെ ക്ലൈമാക്സിൽ അവർ എൻഡ് ചെയ്തിരിക്കുന്നൊരു സാധനമുണ്ട്. അതിന് നിങ്ങളൊരു ബാക്ക് സ്റ്റോറി തരും. അത് നമ്മൾ ഒന്ന് കാണിക്കും. എന്ന് വെച്ചാൽ ലാസ്റ്റ് റോളക്സ് വന്ന് നിൽക്കുന്ന പോലെ നമുക്ക് ഇവിടെ ഒരു സ്റ്റോറി ബിൽഡ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് പൊളിക്കാൻ പറ്റും എന്ന് പറയുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാര്യം അതെന്താ പറയുക, ഒരു പഞ്ച് പോലും കാണിക്കാതെ, ഒരു ഇടി പോലും കാണിക്കാതെ അവിടെ ബിൽഡ് ചെയ്യുന്ന ഒരു ഫീലുണ്ട്.
അത് കൊണ്ടുവരാൻ മൊത്തം സിനിമയ്ക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സിനിമ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഐ എം കട്ട വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഈ സിനിമ എൻ്റെ പ്രതീക്ഷകൾക്കനുസരിച്ച് എന്നെ നിരാശപ്പെടുത്തിയ ഒരു സിനിമയാണ്. പക്ഷേ ഓണത്തിന് ചുമ്മാ ഒരു കാഷ്വൽ വാച്ചിന് നമുക്ക് വെറുതെ ഇരുന്ന് കാണാം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ത്രില്ല് കിട്ടിയില്ല, ഒരു ഇമോഷൻ കിട്ടിയില്ല, ഒരു പഞ്ച് ഫീൽ ചെയ്തില്ല. എനിക്കൊന്ന് കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ സഞ്ജു ശിവറാം പറഞ്ഞത് വൈശാഖ് അദ്ദേഹത്തിൻ്റെ ദി ബെസ്റ്റ് സിനിമയായിട്ടാണ് ഈ സിനിമയെ വിലയിരുത്തുന്നത് എന്നുള്ള രീതിയിൽ സംസാരിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ടു ബി ഓണസ്റ്റ്, വൈശാഖ് ഇത് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് സിനിമയല്ല. നിങ്ങളുടെ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള സിനിമകൾ വെച്ചിട്ടാണെങ്കിലും മലയാളത്തിൽ നിങ്ങൾ എടുക്കുന്ന പോലെയുള്ള സിനിമകൾ എടുക്കാൻ കഴിവുള്ള ആളുകളെ വെച്ച് നോക്കുമ്പോഴും ദിസ് ഈസ് നോട്ട് യുവർ ബെസ്റ്റ് ആൻഡ് യു ക്യാൻ ഡു യുവർ ബെസ്റ്റ്. ആ ബെസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ്. കുറേയും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ, കുറേയും കൂടി ബെറ്റർ ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന ഇമോഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ വരാൻ പറ്റും. ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ ബെസ്റ്റ്. പിന്നെ ഐ എം ഗെയിമിൻ്റെ റിലീസ് മാറ്റിയപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചു ഖലീഫയായിട്ടുള്ള ക്ലാഷ് പേടിച്ചിട്ടാണോ എന്നൊക്കെ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഖലീഫയെ പേടിച്ചിട്ടായിരിക്കില്ല ഐ എം ഗെയിം ഒഴിവായിട്ടുള്ളത്. അത് ചിലപ്പോൾ നമുക്ക് നാളെ അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ആൻഡ് ഈ സിനിമ ഒരുപാട് ബെറ്റർ ആക്കാമായിരുന്നു ഒരുപാട് കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.